നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. സത്യസന്ധന്മാർ, ആദർശധീരന്മാർ, നാടിനെ മാറ്റാൻ സമർപ്പിത മനസ്സുള്ളവർ, അവർ മന്ത്രിമാരായാൽ രാജാവിന് കഞ്ഞിവെച്ച് ജീവിച്ച കാട്ടുകള്ളന്മാർ അനാഥരാകും. അങ്ങനെ ഒരു കാഴ്ചയാണ് എക്സൈസ് വകുപ്പിൽ നിന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്നത്. ബെവ്കോ നേതൃസ്ഥാനത്ത് കളങ്കിതനായ ADGP MR അജിത് കുമാർ വേണ്ടെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു തീരുമാനമെടുത്തിരിക്കുന്നു. വലിയ അഴിമതിക്ക് പലപ്പോഴും കളമൊരുക്കിയിട്ടുള്ള ബെവ്കോ ഒരു കറവപ്പശുവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ഇനി ആ സ്ഥാനത്ത് വേണ്ടെന്നാണ് മന്ത്രിയുടെ തീരുമാനം. കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബെവ്കോ സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ ലിക്കറുകളുടെയും ബിയർ ആൻഡ് വൈൻ ഉൽപ്പന്നങ്ങളുടെയും സമ്പൂർണ്ണ വിതരണാവകാശം കേരളത്തിൽ ബെവ്കോയാണ് നിർവഹിക്കുന്നത്. 1984 സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിൽ ബെവ്കോ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. നിർമ്മാണം, ബോട്ട്ലിംഗ്, വിതരണം, കച്ചവടം, സ്പിരിറ്റ് ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തുടങ്ങി ഈ മേഖലയിലെ സർവ്വതും ബെവ്കോ എന്ന പൊതുവിതരണ കമ്പനിക്ക് കീഴിലാണ് വരുന്നത്. കേരളത്തിലെ ഏകദേശം 300-ലധികം വരുന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെയും ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഡസൻ കണക്കിന് വെയർഹൗസുകളുടെയും നിയന്ത്രണം ഈ കമ്പനി നേരിട്ട് നടത്തുകയാണ്. ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങി കേരളത്തിലെ ആഘോഷവേളകളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ കമ്പനി വഴി സർക്കാരിലേക്ക് എത്തുന്നത്. പുതിയ ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും മദ്യത്തിൻ്റെ ലഭ്യത യഥേഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് LDF സർക്കാർ അധികാരം വിട്ട് പുറത്തുപോയത്. പുതിയ ബ്രാൻഡുകൾക്ക് പേര് നൽകുന്നത് പോലും ആഘോഷമാക്കി ക്യാഷ് പ്രൈസ് നൽകുന്ന രീതിയിലേക്ക് കഴിഞ്ഞ സർക്കാർ മദ്യത്തെ ജനകീയമാക്കി. മദ്യവിരുദ്ധ സമരങ്ങളെല്ലാം നോക്കുകുത്തിയായി മാറുന്ന അഭൂതപൂർവമായിട്ടുള്ള കാഴ്ച കേരളക്കരയിൽ നമ്മൾ ഈ 10 വർഷത്തിനുള്ളിൽ കണ്ടു. UDF സർക്കാരിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായ വിഷയമായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ മദ്യനയവും VM സുധീരൻ്റെ ഇടപെടലും. ബാറുകളുടെ എണ്ണം വെട്ടിക്കുറക്കാൻ ആവശ്യപ്പെട്ട അന്നത്തെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായ യുദ്ധം ഒടുവിൽ ബാർ മുതലാളിമാർ ഒന്നടങ്കം UDF സർക്കാരിനെതിരാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവർ കോടിക്കണക്കിന് രൂപ LDF പാളയത്തിലേക്ക് എത്തിച്ചു. ഏറ്റവും വലിയ കളങ്കിതനായി അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി മാറുന്ന കാഴ്ചയും പിന്നീട് കണ്ടു. സജീവ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തന്നെ മാറി നിൽക്കത്തക്ക രീതിയിൽ K ബാബു എന്ന മനുഷ്യനെ ഈ വിഷയം കൊണ്ടുചെന്നെത്തിച്ചു. ഒടുവിൽ എല്ലാ കേസുകളിൽ നിന്നും K ബാബു കുറ്റവിമുക്തനായി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം മാനസികമായും ശാരീരികമായും തളർന്നുപോയിരുന്നു. ഈ പശ്ചാത്തലങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ M ലിജു എന്ന ആദർശധീരനായ യുവമന്ത്രി തീരുമാനങ്ങൾ വളരെ അവധാനതയോടെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത്. MR അജിത് കുമാർ ഇതിനകം തന്നെ വിവിധ വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ഗൺമാൻമാർ തല തല്ലിപ്പൊളിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തോഴന്മാരെ രക്ഷപ്പെടുത്താൻ DYSP നൽകിയ റിപ്പോർട്ട് പോലും കീറിക്കളഞ്ഞു എന്ന വിവാദത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ ADGP. ഇപ്പോൾ സ്വാഭാവികമായും എല്ലാ തലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന പരമമായ ഉദ്ദേശം കൂടി യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ലിജുവിനെ പോലുള്ള മന്ത്രിമാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. കേരളം പോലുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ആവശ്യമായ പുതിയ മദ്യനയം തയ്യാറാക്കുന്ന തിരക്കിലാണ് ടീം ലിജു. അതുകൂടാതെ പെട്ടെന്ന് തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വകുപ്പിനെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനുള്ള മുന്നൊരുക്കത്തിൽ കൂടിയാണ് M ലിജു എന്ന മന്ത്രി ഇപ്പോൾ കൂട്ടിക്കൊള്ളുന്നത്. സത്യസന്ധത മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന മന്ത്രി M ലിജുവിന് മുന്നിൽ മദ്യമാഫിയ സംഘങ്ങൾ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്ന 5 വർഷമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് ചുരുക്കം.